ഹായ്, ഇന്ന് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാംഗോ പുഡിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഒരു മാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല കേട്ടോ, പകരം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പം ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു ഗ്ലാസ്സിൽ 2.5 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് പാലും കൂടി ഒഴിച്ചൊന്ന് മിക്സാക്കിയിട്ട് വെക്കണം. നമുക്ക് പാലിൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം റെഡിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് പാലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. തീ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട പിടിച്ച് പോകും. ഞാൻ തന്നെ പെട്ടെന്ന് തീ കുറച്ച് കൊടുക്കാനായിട്ട് എന്തോ ചെറുതായിട്ടൊന്ന് കട്ട് തന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, പിന്നെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കുക. ഫുള്ളായിട്ട് ചൂടാറരുത്, ഒരു ഹാഫായിട്ട് ചൂടാറുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ആ മാംഗോയുടെ പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതിലൊരു 2-3 സ്പൂൺ അവിടെ മാറ്റി വെക്കണേ. അത് നമുക്ക് കുറച്ച് ടൈമിൽ വേറെ ഭാഗത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ ഇതിൽ മിക്സായി കിട്ടും. ഇനി ഇത് കുക്കൊന്നും ആക്കണ്ട, ഇങ്ങനെ തന്നെ മിക്സാക്കിയിട്ട് അവിടെ നമ്മൾ സൈഡിൽ വെക്കുക. ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ. മിക്സായി കഴിഞ്ഞാൽ ഇത്രയും തിക്നെസ് ഉണ്ടാവും. ഇനി ഇതാ ഞാനൊരു വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിൻ്റെ മിക്സിയുടെ ജാർ നന്നായിട്ടൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണ് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, ഈ പൗഡറിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പീഡിൽ അടിച്ചെടുത്താൽ ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മളിങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുടയുമ്പോൾ മാത്രമേ അതിലേക്ക് ചാടിപ്പോകുന്നുള്ളൂ. അത്രയും തിക്കായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക ഒരു ബൗളിലേക്ക്. നമ്മൾ ബൗളെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വെള്ളമില്ലാതെ എടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ ലൂസായി പോകും. അപ്പോൾ അതാ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കുറച്ച് മാംഗോയുടെ പൾപ്പ് മുഴുവനായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേന്നോ, അപ്പോൾ ആ ബാക്കിയുള്ളതും കൂടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്താലും പെട്ടെന്ന് തന്നെ രണ്ടും കൂടെ മിക്സായി കിട്ടുമേ. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. മിക്സായി വന്നാൽ ഇതേപോലെ കിട്ടും കേട്ടോ. നമുക്ക് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഈ വൈറ്റ് പാർട്ട് മാത്രം എടുത്തിട്ട് നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മാംഗോൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ബ്രെഡ് വെച്ച് ഒന്നും കൂടെ സെറ്റ് ചെയ്യുക. അതിന് മുകളിലേക്ക് വീണ്ടും ഈ മാംഗോൻ്റെ പാലിൻ്റെ മിക്സ് തന്നെ ഒഴിച്ച് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ടോപ്പിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ഈ മാംഗോൻ്റെ മിക്സ് തന്നെ ഒഴിച്ച് കൊടുക്കുക. അതിപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേന് അത്യാവശ്യം പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് തോനെ ഉണ്ടാക്കിയതുകൊണ്ട് 2 ബൗളിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ബൗളും ഇതൊരു ബൗളാണ്. അവസാനം പിന്നെ രണ്ടും കൂടെ ഒറ്റൊരു ബൗളിലാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ മുകളിൽ എന്താ പറയുക, വിപ്പിംഗ് ക്രീം തേക്കാൻ വേണ്ടി എനിക്ക് സ്പേസ് കിട്ടിയില്ല രണ്ടിലും. അപ്പോൾ ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കേ. അപ്പോൾ ഞാൻ ആദ്യം സെറ്റ് ചെയ്തെടുത്ത ഈ 2 ബൗളിലായിരുന്നു. എന്നിട്ട്
നമ്മൾ ഇതിൻ്റെ മുകളിലും ഈ ലെയർ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നാദ്യം ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. എന്നിട്ട് നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീം അതിന് മുകളിൽ ടോപ്പിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് തണുത്ത് കിട്ടട്ടെ. എന്നിട്ട് വേണം നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ബൗളിലേക്ക് ആ 2 ബൗളത്തും കൂടെ മാറ്റിയിട്ട് ഇതിലാക്കിയതാണ്. ഇതിലും വലിയ സ്പേസൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മാംഗോയുടെ ടേസ്റ്റ് ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ മാംഗോയുടെ അളവ് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഓരോ മാംഗോയുടെ ഡ്രോപ്പ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ സ്പൂണിൻ്റെ തലഭാഗം വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വല്ല നട്ട്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ മാംഗോ അടിച്ചിട്ടെടുത്തില്ലേ ആദ്യം തന്നെ മിക്സിയിൽ, ആ മിക്സ് മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പാലും കസ്റ്റർഡ് പൗഡറൊന്നും യൂസ് ചെയ്യേണ്ട, വെറും ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഇത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യണേ.